എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ, ഇന്ന് ഞാൻ തന്ന പായസം പായസമേ അല്ല, എന്റെ പ്രേമത്തിന്റെ സിമ്പലാണ്. എന്റെ സതുവേട്ടാ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ എന്ന് അലയടിക്കുകയാണ്. പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ. ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ്. തീപ്പട്ടിയുണ്ടോ? ഒന്ന് പോടോ. ഉണ്ടെങ്കിൽ കൊടുക്കണോ? അയ്യടാ, ഈശോയെ, അനക്കമില്ല, അവൻ ചത്തു. സിസ്റ്റർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയാലും എന്തെങ്കിലും പറയാനൊക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതെ. എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത്? അതെ. ഒരു രോഗിയെ കൊണ്ടുവന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണമെന്ന് അറിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. സിസ്റ്റർ, കൂടുതൽ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ? തട്ടിപ്പോവോ? ബോധം കിട്ടി കിടക്കുക. ഒരു ഓർലിക്സ് തരുവോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ബോധം വീണു. ഞങ്ങളുടെ ബോധം പോയി. ഇവന് പണ്ടേ തലയ്ക്ക് സുഖമില്ലാത്തവനാ. പ്രാന്ത് നിന്റെ തന്തയ്ക്കാ. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നോ അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ചേക്കണം. ഒരു കാരണവശാലും ഇവന് ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. ഭയങ്കര ശല്യക്കാരനാ, പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ. ഞാൻ ഏറ്റു. ഗ്രാമഫോണേ, ഇതാ വീണ ഫോണേ, വിലപിടിപ്പുള്ള സാധനങ്ങളാ. ഓസിന് കിട്ടിയതാന്നേരി നശിപ്പിക്കല്ലേ. ഓ, അതിന്റെ ഒരു നീളം. കൊട്ടാരത്തിന്റെ ഒരു ഭാഗം വെളുത്തു തുടങ്ങി. എന്നിട്ടും അമ്മാവന്റെ കറുത്ത മനസ്സ് വെളുക്കുന്നില്ലല്ലോ. എന്തൊരു മനുഷ്യനാ. ഉറുമിച്ചേ, ഈ ലോഡും കൊണ്ട് പോകുമ്പോ അമ്മാവന്റെ അടുത്ത് പറഞ്ഞേക്കണം, മേലാ ലോറി ഇങ്ങോട്ട് അയക്കരുതെന്ന്. ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് മടുത്തു. അച്ഛനും അമ്മയും മരിച്ചത് അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട് ഇതിന്. എന്തെങ്കിലും ആ അവകാശം തിരിച്ചു വരുമ്പോ ഒരു തിരി വെച്ച് നമസ്കരിക്കാൻ അച്ഛന്റെ അമ്മയുടെ ആ കല്ലറയെങ്കിലും ബാക്കി വെച്ചേക്കാം. എന്താ ആ സാധനങ്ങളൊക്കെ തിരികെ കൊണ്ടിട്. അമ്മാവൻ തിരികെ കൊണ്ടുവരാ പുല്ല്. ഞാൻ വന്നത് എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം പ്ലീസ്. നിൽക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒഴിക്കടാ. തീർത്തോ? കിളിവായിൽ അടച്ചു. ഇനി സാധനം കിട്ടിയില്ല. അല്ലെങ്കിൽ സ്വർണത്തിന്റെ വിലയാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീശു വെക്കില്ലേ? വീശും. ബോധം പോണം. ഒരു പെണ്ണിന്റെ മുമ്പിലാണ് ഞാനിന്ന് കള്ളനായത്. അത് ശരിയാ, പക്ഷെ സംഗതി ഗുരുതരമാണ്. അവള് പരാതിപ്പെട്ട അനന്തന്റെ ബാർ ലൈസൻസ് തെറിയും. ഇവിടുന്ന് പോയ സാധനങ്ങളുടെ മുഴുവൻ ലിസ്റ്റും ആ പെണ്ണിന്റെ കാണും. അവക്ക് രാത്രി ഉറക്കവുമില്ലേ? നാണക്കേടായിപ്പോയി. എനിക്ക് ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ നിരപരാധിയാണെന്ന കുട്ടിയെ അറിയിക്കണം. ഈ കൊട്ടാരത്തോട് ഞങ്ങൾക്കുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. എന്നാലും വീട്ടിൽ വന്ന ഒരാളോട്
എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാണ്ട് ഇവൾ ഇന്നലെ ചെയ്തത് ഒട്ടും ശരിയായില്ല. രോഹിണി ചെയ്തത് ശരിയാ, തെറ്റ് ചെയ്തത് ഞാനാ. അത് പറയാനാ ഞാൻ ഇന്നലെ അങ്ങോട്ട് വന്നത്. തെറ്റ് ചെയ്ത ആർക്കും പറയാനുണ്ടാവും കുറെ ന്യായീകരണങ്ങള്. എനിക്കും പറയാനുണ്ട് കുറെ കാര്യങ്ങള്. സ്വന്തം വിധി ഓർത്തുള്ള സങ്കടം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും മോശമായി പെരുമാറിയതും. പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ. ഇപ്പോ പരസ്പരം കുറ്റസമ്മതവും ക്ഷമയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് രോഹിണിയോട് ഞാൻ ചോദിച്ചോട്ടെ, പറഞ്ഞില്ലേ വിധിയാണെന്നൊക്കെ? അതും ഈ കൊട്ടാരം തമ്മിലുള്ള ബന്ധം. കുട്ടികളില്ലായിരുന്ന തമ്പുരാനും തമ്പുരാട്ടിയും ഒത്തിരി നേർച്ചയും കാഴ്ചയും വെച്ച് കിട്ടിയതാ കൊച്ചു തമ്പുരാനെ. സംഗീതപ്രിയനായിരുന്നു. ബാംഗ്ലൂരിലെ കോളേജിൽ നിന്ന് അവധി ദിവസങ്ങളിൽ ഇവിടെ എത്തിയാ പിന്നെ കൊട്ടാരത്തിൽ എന്നും സംഗീത സദസ്സാ. നൃത്തം ചെയ്യാൻ അറിയാമായിരുന്ന എന്നെ ജീവനായിരുന്നു തമ്പുരാനും തമ്പുരാട്ടിക്കും. വെറുമൊരു കാര്യസ്ഥന്റെ മോൾക്ക് കൊച്ചു തമ്പുരാന്റെ സംഗീതത്തിനൊപ്പിച്ച് ചുവടുകൾ വെക്കാനുള്ള സ്വാതന്ത്ര്യം വരെ തന്നു അവരെനിക്ക്. ചെക്ക്. വരിക. നമസ്കാരം. നല്ല മുഹൂർത്തം. ആൾക്കാരിൽ തന്നെ രാജാവ് കുടുങ്ങിപ്പോകുമല്ലോ തമ്പുരാനെ. ആൾക്കാരിലല്ല, മന്ത്രി വിചാരിച്ചാലും രാജാവിനെ തോപ്പിക്കാൻ പറ്റില്ല മഹാദേവ. ആ കാണാം കാണാം. താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ നാഗേറിയിരിക്കും അല്ലേ രാവുണ്ണി? മഹാദേവനെന്തോ അർത്ഥം വെച്ച് സംസാരിക്കണു. പതിവില്ലാത്ത പല കീഴ്വഴക്കങ്ങളും പ്രവൃത്തികളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ എങ്ങനെ സംസാരിക്കാതിരിക്കും? ഞാനും ഈ കൊട്ടാരത്തിലെ ഒരു ബന്ധുവായി പോയില്ലേ. എന്താ ഉണ്ടായേ? വളച്ചു കിട്ടില്ലാതെ കാര്യം പറയാ. മോഹനവർമ്മയും കൊട്ടാരം കാര്യസ്ഥൻ രാവുണ്ണിയുടെ മോളയും ചേർത്ത് എന്തൊക്കെയോ അപശ്രുതികൾ പുറത്തു കേൾക്കുന്നുണ്ട്. മഹാദേവ, അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. മോഹനവർമ്മ ആ പെണ്ണും തമ്മിൽ അടുപ്പത്തിലാണ്, വിവാഹം കഴിക്കുമെന്നൊക്കെ ആ പുറത്ത് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോ കുറച്ച് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. ഞാൻ പറയണത് ഒട്ടും വിശ്വാസമുണ്ടെന്ന് വെച്ചാൽ കാര്യസ്ഥനോട് എന്നെ നേരിട്ട് ചോദിക്കാം. രാവുണ്ണി, എന്താ നാം ഈ കേക്കണേ? രാവുണ്ണി ഈ കൊട്ടാരത്തിലെ ഒരു കാര്യസ്ഥനായിട്ട് മാത്രമല്ല നാം കരുതിയിരിക്കണേ, നമ്മുടെ ഒരു സുഹൃത്തായിട്ട് കൂടിയാ. അടിയനൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവണില്ല എന്ന് നടിക്കില്ലേ രാവുണ്ണി? മഹാദേവന് സംസാരിക്കാൻ സമയം തരാം. രാവുണ്ണി, രോഹിണിയും ഇവിടുത്തെ ഉണ്ണിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് മഹാദേവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? രാവുണ്ണിക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ഞാൻ കൊടുക്കണേലേറെ സ്ഥാനവും ലാവണിയുമല്ല എന്റെ മോക്ക് ഈ കൊട്ടാരത്തിന് തമ്പുരാനും തമ്പുരാട്ടിയും കൊടുക്കണുണ്ട്. ആ സ്വാതന്ത്ര്യം കൊണ്ട് അവൾ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. അമ്മയില്ലാതെ വളർത്തിയ കുട്ടിയാണ്, ഒരുപാട് ലാളിച്ചു പോയി. ഇനിയിപ്പോ അത് സത്യമാണെങ്കിൽ അവളെ കൊന്നു കുഴിച്ചു മൂടാൻ അടിയൻ തയ്യാറാണ്. ഈ കൊട്ടാരത്തിന് മാനക്കേടുണ്ടാക്കുന്നൊരു ജീവിതം അടിയന് വേണ്ട തമ്പുരാനെ. രാജരക്തത്തിന്റെ മഹിമയും രാജവംശത്തിന്റെ വലുപ്പവുമല്ല വലുത്, പരസ്പരം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന മനസ്സുകളാണ്. അതവർക്കുണ്ടോ എന്ന് എനിക്കറിയണം. മനസ്സുകൊണ്ട് ഞങ്ങൾ അവളെ എന്നേ മകളായി ദത്തെടുത്തു കഴിഞ്ഞു. അയ്യോ വേണ്ട തമ്പുരാനെ, വേണ്ട. എന്ത് വിഡ്ഢിത്തോ തമ്പുരാൻ പറയണേ? അപ്പൊ മോഹനവർമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്ന എന്റെ മോളോ? മഹാദേവ, നിന്റെ മകളെ കാത്തിരുന്നിട്ടുള്ളൂ, എന്റെ മകൻ കാത്തിരുന്നിട്ടില്ല. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇത് ചതിയാണ്. പണക്കുതിയനായ തന്നെ ദൈവമാണ് ചതിച്ചത്. ഈ കൊട്ടാരത്തിൽ അവകാശം സ്ഥാപിക്കാൻ താനെടുത്ത തന്ത്രം ആ നടക്കില്ല മഹാദേവ. ദൈവം ഈ ബന്ധമാണ് വിധിച്ചതെങ്കിൽ ഇതേ നടക്കൂ. മഹാദേവന് പോകാം. ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. MBBS പൂർത്തിയാക്കാൻ കൊച്ചുതമ്പുരാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി. ഒരുപാട് മോഹങ്ങളും നെഞ്ചിലേറ്റി ഞാനിവിടെ കാത്തിരുന്നു. നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം മോഹനവർമ്മ തമ്പുരാൻ തിരിച്ചു വന്നു. കണ്ണുകളിൽ നിന്ന് തിളക്കവും മനസ്സിൽ നിന്ന് സന്തോഷവും സംഗീതവും നഷ്ടപ്പെട്ട് മയക്കുമരുന്നിനടിമയായ എന്റെ പൊന്നു തമ്പുരാൻ